ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചിങ് അഥവാ നമ്മുടെ ഹെൽത്തിനെ 360 ഡിഗ്രിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സീരീസ് ആണ് ഓൾറെഡി തുടങ്ങി. രണ്ടാമത്തെ ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, നമുക്ക് ഫിറ്റ്നസ് ചെയ്യണം, നല്ല രീതിയിൽ ബോഡീനൊക്കെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം, അമിതമായ ഫാറ്റൊക്കെ കുറയ്ക്കണം, സ്കിന്നി ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കൂട്ടണം, ഈ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ മാറ്റി നല്ല രീതിയിൽ ഹെൽത്തി ആവണം. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഈ ആക്ഷൻസ് എടുക്കുന്നില്ല. അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുക, പൊട്ടൻഷ്യൽ ആക്ഷൻസ്, ആവശ്യമായ രീതിയിലുള്ള ആക്ഷൻസ്, എക്സസൈസ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. മെജോറിറ്റി ആൾക്കാർ ഒരു 80-20 പ്രിൻസിപ്പിൾ തന്നെ ഉണ്ട്. ഒരു 80% ആൾക്കാർ ഇതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, 20% ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ 20% ആൾക്കാരിൽ തന്നെ ഒരു 4% അല്ലെങ്കിൽ 3% ആൾക്കാർ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചിട്ടവട്ടത്തോടെ ചെയ്യുന്നുള്ളൂ. അതിലൊരു 1% ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് 1% ആത്ലീറ്റ്സ് ആയിട്ട് ഓരോ റീജിയനിലും, ലോകത്തിൻ്റെ പല കോണുകളിലും, പല സ്റ്റേറ്റിലും, പല ഡിസ്ട്രിക്റ്റിലും, പല പ്രദേശത്ത് ജനങ്ങളിൽ ഈ 1% ആൾക്കാരുണ്ടാവും. നമ്മുടെ കേരളക്കരയിലെ മലയാളികളുടെയിലും ഇതുപോലെ തന്നെ ആൾക്കാരുണ്ട്. ഞാനിത് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലോകം മുഴുവൻ ഒരു സയൻറ്റിഫിക് ലോ, ഒരു നിയമം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ ആരൊക്കെയാണോ ഫോളോ ചെയ്യാത്തത് അവരെ റീപ്ലേസ് ആയിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ ചിലപ്പോൾ ഒരു പക്ഷേ അധികം ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഞാനിപ്പോൾ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഹെൽത്തി ആവണം എന്നുള്ളത്. ഈ ഹെൽത്തി ആവണം എന്ന് പറയുന്ന സംഭവത്തിൽ ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന നമുക്ക് കറക്റ്റായ രീതിയിൽ തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്നില്ല. ഈ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനോടുള്ള വിചാരം, എന്തുകൊണ്ട് നമുക്ക് അതിനോടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് തോട്ട്സ് വരുന്നില്ല, കാരണം അതിനെപ്പറ്റി നമ്മൾ അധികം പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഇൻഫർമേഷൻ പറയുന്ന അധികം സോഴ്സുകൾ നമ്മളെടുത്തില്ല. അപ്പോൾ അങ്ങനത്തെ സോഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ യൂട്യൂബ് ചാനലിനോട് ഞാൻ തന്നെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ശരിയാണ്, പുതിയൊരു ഗ്രോത്ത് സോണിലേക്ക് നമുക്ക് എത്തണം. ആ ഗ്രോത്ത് സോണിലേക്ക് എത്തണമെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നൊരു കംഫർട്ട് സോണിലാണ്. ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർ നിൽക്കുന്നത് കംഫർട്ടായ ലൈഫ് സ്റ്റൈൽ, കംഫർട്ടായ രീതിയിൽ ഭക്ഷണം, ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ കാര്യങ്ങളും കംഫർട്ടായ രീതിയിൽ വളരെ ഈസിയായ ലൈഫിൽ കൂടെ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കാര്യം അനധികൃതമായിട്ട് അമിതമായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതോ അതിന് നെഗറ്റീവ് ഫലം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കംഫർട്ട് സോണിൽ നമ്മൾ ഈ ഗ്രോത്ത് സോണിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഏതൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്ട്രെസ് ഉണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ലെറ്റ്സ് സേ ഇപ്പോൾ എക്സസൈസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തെ 1-2 ദിവസമൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും, ന്യൂട്രീഷനൊക്കെ ഫോളോ ചെയ്യും, പിന്നെ അത് ബോറടിക്കാൻ തുടങ്ങും. കാരണം ഇറ്റ്സ് ദ സെയിം തിങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു നല്ല രീതിയിൽ തുറന്നു കൊണ്ടുപോകാൻ അധികം കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഫിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ്സ്, ഭയങ്കര രീതിയിൽ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു പോവുക. അപ്പോൾ ഇതൊക്കെ സാധാരണമാണ്. ഇത് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു ഗ്രോത്ത് ഉണ്ട് നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ സോണാണ് ശരിക്കും നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത്. ഒറ്റയടിക്ക് 100% സംഭവങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഉദാഹരണത്തിന്, ശരിയാണ്, ഇതുവരെ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് സാധാരണ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു വെള്ളടി വെട്ടി അതിലേക്കൂടെ നമുക്ക് ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ബോഡിയെ ഫിറ്റ് ആക്കണം, ആ ഒരു ചിന്താഗതി വന്നിട്ട് പെട്ടെന്നാണ് ഈ പറഞ്ഞ 100% എഫേർട്ടുകൾ എടുക്കുന്നത്. ഇത് റോങ് ആയ അപ്രോച്ചാണ്. അപ്പോൾ ആ അപ്രോച്ചിനെ പൊളിച്ചെഴുതിയിട്ട് ഒരു 1% എഫേർട്ട് ഓരോ ദിവസവും എടുത്തിട്ട് ഇവൻച്വലി നിങ്ങളിലേക്ക് ആ 100% റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഞാൻ ഈ പറഞ്ഞ ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചിങ്ങിൽ കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തുടങ്ങാൻ പറ്റും? ഈ 1% എഫേർട്ട് എവറി സിംഗിൾ ഡേ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 20 കിലോ വെയിറ്റ് കുറക്കണം, ഫാറ്റ് കുറക്കണം, അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ വെറും 1 മിനിറ്റ് മാത്രം കോൺഷ്യസ്ലി, ബോധപൂർവ്വം ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ 1 മിനിറ്റ് മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്യുക, പുഷപ്പ്, അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് സ്ക്വാട്ട്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റായ രീതിയിൽ പ്ലാങ്ക് എക്സസൈസ്, കോർ എക്സസൈസ്, 1 മിനിറ്റ് മാത്രം. ഈ 1 മിനിറ്റോടെ നിങ്ങൾ ഉദ്ദേശിക്കും, ഈ 1 മിനിറ്റോടെ ചെയ്ത് എന്താവാനാണ്, നമ്മൾ കറക്റ്റായ രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തില്ല, റിസൾട്ട് വരില്ലല്ലോ. ശരിയാണ്, കറക്റ്റായ രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തില്ലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. പക്ഷേ ഇവിടെ ഏറ്റവും നിങ്ങൾ മിസ്സായി പോകുന്നൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1% നിങ്ങൾ ഓരോ ദിവസം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ 1% മാത്രം എഫേർട്ട് എടുത്തൊരു വ്യക്തിക്ക് 38% ഗ്രോത്ത് കാണാം ഒരു വർഷത്തിനുള്ളിൽ കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ സ്കെയിൽ എടുക്കുമ്പോൾ വളരെ വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പം ഇത്രയും സമയം കാത്തു നിൽക്കാൻ അധികം ആൾക്കാർക്കും ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ വിചാരിക്കും, ഞാൻ ആദ്യം തന്നെ എഫേർട്ട് എടുത്ത് വെയിറ്റ് കുറയ്ക്കണം, എനിക്കിപ്പോൾ അടുത്ത 2 മാസങ്ങളിൽ വെയിറ്റ് കുറയ്ക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയാം. ഫൈൻ, നിങ്ങൾ ആ 2 മാസം എടുത്തിട്ട് വെയിറ്റ് കുറച്ചതിന് ശേഷം എന്താണ് അടുത്ത സംഭവം? നിങ്ങൾക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ പറഞ്ഞ മെയിൻ്റനൻസ് ഫേസ് ആണ് അധികം ആൾക്കാർ വീണ്ടും പൊട്ടിപ്പോകുന്നത്. ഇപ്പോൾ പല ആൾക്കാരും വെയിറ്റ് ലോസ് പ്രോഗ്രാം എൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തിട്ട് തന്നെ ഈ പറഞ്ഞ 3 മാസത്തിലൊക്കെ ഭയങ്കര വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുന്നു വെയിറ്റ് റീഗെയിൻ ആയിട്ടുണ്ടാകും.
അവർ ലൂസ് ചെയ്ത് 10 കിലോസ് ആണെങ്കിൽ റീഗെയിൻ ചെയ്ത് 20 കിലോസ് ആയിരിക്കും. അത് നമ്മുടെ ബോഡിയുടെ ഒരു ഫങ്ഷൻ തന്നെയാണ്. നമ്മളെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കൊരു ബൈ ഡിഫോൾട്ട് ഫംഗ്ഷൻ തന്നെ നമുക്ക് ബോഡി കിട്ടും. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ ലൂസ് ആവാണ്, പ്രത്യേകിച്ച് ഈ ഫാറ്റൊക്കെ ലൂസ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം ഹൈപ്പർ ആക്റ്റീവായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് അടുത്തൊരു 10 എക്സ്ട്രാ ഒരു 5 കിലോ വെയിറ്റ് തന്നെ ഫാറ്റ് റീഗെയിൻ ചെയ്യിപ്പിക്കും. അത് സയൻറ്റിഫിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പല വീഡിയോകളായിട്ട്. ഇപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് റീഗെയിൻ വളരെ ഡേഞ്ചറസ് ആയൊരു പ്രോസസ്സാണ്. പല ആൾക്കാരും നമ്മളെ വെയിറ്റ് ലോസ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ പല സംരംഭങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഈ വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട്. അത് ചെയ്ത ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ വെയിറ്റ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് റീഗെയിൻ ആയിട്ടുണ്ടാകും, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ല, ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ല, നിങ്ങളൊരു കൾച്ചർ നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു കൈൻഡ് ഓഫ് കൾച്ചർ നമുക്ക് എങ്ങനെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഫസ്റ്റ് കംഫർട്ട് സോൺ, രണ്ടാമതാണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഫിയർ സോൺ. ഓൾറെഡി ഈ പറഞ്ഞ റിസൾട്ട് കിട്ടി വെയിറ്റ് റീഗെയിൻ ആൾക്കാരാണ് ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഓൾറെഡി ആ ഗ്രോത്ത് സോണിൽ എത്തിപ്പോയി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ബൗൺസ് ചെയ്ത് ബാക്ക് ടു സീറോയിൽ എത്തിയിട്ടുണ്ടാവും. എന്നാലും യു ഹാവ് ടു സ്റ്റാർട്ട് ദ സെയിം വേ. നിങ്ങളും ഈ സാധാരണ ആൾക്കാരെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 1% എഫേർട്ട് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളും 1% മാത്രമേ എഫേർട്ട് എടുക്കാൻ പാടുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം, എത്രത്തോളം അനിവാര്യമാണ് ഇങ്ങനത്തെ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നതിൽ കൂടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ, ഇതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ സയൻറ്റിഫിക് റിവ്യൂസ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഈ കംഫർട്ട് സോൺ, പിന്നെ നമുക്കുള്ള ഫിയർ സോൺ, അത് കഴിഞ്ഞിട്ട് ലേണിംഗ് സോൺ. ഈ സ്ട്രെസ് സോണ്, കൺഫ്യൂഷൻ സോണിനെ നമ്മൾ മറികടക്കണം, നമ്മൾ കൂടുതലായിട്ട് ലേൺ ചെയ്യണം കാര്യങ്ങൾ. ഇവിടെയാണ് നമ്മളെ വിജ്ഞാനം, നമ്മളെ അറിവിനെ നമ്മൾ മൂർച്ചപ്പെടുത്തണം. നമ്മൾ അറിവ് എത്രത്തോളം ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനോട് കൂടുന്നോ നമുക്കതിനോട് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് കൂടുന്ന സമയത്ത് നമുക്ക് അതിനോട് കൂടുതൽ നമുക്കറിയാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. ആ ഒരു വിശ്വാസം വരണമെങ്കിൽ നമുക്ക് അതിനോടുള്ള വിജ്ഞാനം നമ്മൾ അത് കൂട്ടി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിയുക നമ്മളെ സ്ട്രെസ്സിനെയും ഫിയർ സോണിനെയും കൺഫ്യൂഷനും ഒക്കെ മാറ്റി മറിച്ചിട്ട് ഇവൻച്വലി നമ്മൾ ആ ഗ്രോത്ത് സോണിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. വിച്ച് മീൻസ് ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ഈ ഹെൽത്തിയായ ഹാബിറ്റ് മരിക്കുന്നവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. എൻ്റെ ഒരു ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ, ലോകത്തിലെ എല്ലാ മലയാളികളെയും ലോകത്തെ ഏറ്റവും ഹെൽത്തിയസ്റ്റ്, ഫിറ്റസ്റ്റ് ആൻഡ് വെൽ കമ്മ്യൂണിറ്റിയാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്. ഇറ്റ് ഈസ് പോസിബിൾ. ലോകത്തിലെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദിസ് ആസ് വെൽ. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അറിവ് മാത്രമാണ്. എന്നാൽ കഴിയുന്ന എല്ലാ അറിവുകളും, ഞാൻ ഇത്രയും വർഷം 10, 15, 20 വർഷം ഞാൻ എൻ്റെ ഈ ഫീൽഡിൽ തന്നെ 20 വർഷം എൻ്റെ ഇൻക്ലൂഡിങ് മൈ ലൈഫ് സ്റ്റൈൽ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ അതിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തായിരിക്കും. ഇപ്പോൾ ഏത് ആംഗിളിലെ ഇൻഫർമേഷനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് ഹൃദയത്തിൽ തട്ടുന്നത്, അത് നിങ്ങൾ മുറുകെ പിടിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ദോ നിങ്ങൾ ഗ്രോത്ത് സോണിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സോൺ ഉണ്ട്, പിന്നെ ഒരു ഫ്ലോ സോൺ ഉണ്ട്. ഈ റിഫ്ലക്റ്റ് ചെയ്യുക, ഫ്ലോ സോൺ എന്ന് പറയുന്നത് ആത്ലീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവും. ആത്ലീറ്റ്സ് ആവണം നിർബന്ധമില്ല. നിങ്ങൾ ഏത് ഫീൽഡിലായിരിക്കും, നിങ്ങളിപ്പം ഒരു മ്യൂസിഷ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ, ഏതെങ്കിലും തരത്തിലൊരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു സെർട്ടൻ ലെവൽ കഴിഞ്ഞ് നിങ്ങളത് വല്ലാത്ത രീതിയിൽ പ്രണയിക്കും. ആ പെർട്ടിക്കുലർ ഒരു ഫ്ലോ മോഡിലേക്ക് എത്തും. നിങ്ങളതിനെ അറിയില്ല എത്ര സമയം അതിൽ പോയി. ചില ആൾക്ക് ഡ്രൈവിംഗ് ആയിരിക്കും ഈ പറഞ്ഞ രീതിയിൽ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുക. ചില ആൾക്കാർക്ക് ഈ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് പ്ലഷർ എക്സ്റ്റസി എന്നൊക്കെ പറയാം. ഒരു ഡ്രഗിനും തരാൻ പറ്റാത്ത ഒരു അനുഭൂതി ഈ പറയുന്ന യാത്രയിലൊക്കെ ഈ ആൾക്കാർ കിട്ടാറുണ്ട്. അത് എല്ലാവർക്കും അല്ല, വളരെ സ്പെസിഫിക്, പലർക്കും പല രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആരോഗ്യം, നമുക്ക് എല്ലാവർക്കും ആരോഗ്യം വേണം. ഈ ആരോഗ്യം എന്ന് പറയുന്ന സമ്പത്തിൽ ഫ്ലോ സ്റ്റേറ്റിൽ എത്തുന്ന രീതിയിലൊരു കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഈ വോയിസ് കേൾക്കുന്ന ആൾക്കാർ, നിങ്ങൾ മാറുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല മാറുന്നത്, നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരു സൊസൈറ്റി മുഴുവൻ മാറുകയാണ്. എൻ്റെ ഫാമിലി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലി ഏറ്റവും ഫിറ്റായ വ്യക്തി ഞാനാണ്. ഹെൽത്തും ഫിറ്റ്നസ്സിനും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്തൊരു വ്യക്തി ഞാൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബ്രദർ ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഹസ്ബൻഡ് ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് അമ്മാവനാകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഫാമിലിയിലൊരു ബെസ്റ്റ് പേഴ്സൺ ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. എല്ലാവരും ഏതെങ്കിലും ഹെൽത്തും ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് ചോദിക്കണം. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഐ എം നോട്ട് ഫ്ലാറ്ററിങ് മൈ സെൽഫ്, ഐ എം നോട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ തന്നെ പൊക്കി പറയല്ല. ഇതിൽ കൂടെ ഒരാൾക്ക് ഉപകാരം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട അറ്റ്ലീസ്റ്റ് അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മളിത് പകർന്നു കൊടുക്കേണ്ട രീതിയിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിനെ പറ്റി, നമ്മൾ പല വേൾഡ് എന്താണ് നമ്മൾ ഈ ലോകം, നമ്മൾ ഈ പറയുന്ന റിയാലിറ്റി, നമ്മൾ സത്യത്തിലേക്ക് അടക്കാം, എക്സാക്ട് സംഭവങ്ങളിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പറയുന്ന അറിവിനെ എടുത്തു കഴിഞ്ഞ് നമുക്ക് ഹെൽത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഏതൊക്കെ ലോകങ്ങളാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയാണ്. നമ്മൾ പല ലോകങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. ബോധവാനായൊരു ജീവി,
നമ്മളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഏഞ്ചൽസും ഡീമൺസും മൃഗങ്ങളും എല്ലാം തന്നെ. നമ്മളിൽ തന്നെ മൃഗങ്ങളുണ്ട്, നമ്മളിൽ തന്നെ മനുഷ്യനുണ്ട്, നമ്മളിൽ തന്നെ ദേവതകളുണ്ട്, അതുപോലെ തന്നെ ചെകുത്താനുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉപകാരവും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഒരു പൊങ്ങുതടി പോലെ ജീവിച്ചു പോകുന്ന ആൾക്കാരായി മാറുകയാണെങ്കിൽ, തടി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ഒഴുക്കിൽ തന്നെ പോകുന്ന ഒരു സാധനമായി മാറും. അതുപോലെ ജീവിക്കുന്ന ഒരോളത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരായി മാറുകയാണെങ്കിൽ അവർ മൃഗമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. മൃഗതുല്യമായ മനുഷ്യരായിരിക്കും അവർ. ഞാൻ കമ്പയർ ചെയ്യുന്നത് ഈ ആടും പൂച്ചയും കോഴിയും ഒരു ഉപകാരവും ചെയ്യുന്നില്ല, ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. അവരുടേതായ രീതിയിൽ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെയുള്ള മനുഷ്യരുണ്ട്. പിന്നെ അറിവുകൾ നേടിയെടുക്കുന്ന മനുഷ്യർ, ഈ അറിവുകൾ നേടി അതിനെ മൂർച്ചപ്പെടുത്തി നല്ല രീതിയിൽ പൊതുപ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു കാര്യത്തിൽ കൂടുതലായിട്ടും പ്രഗത്ഭരായിട്ട് പല രീതിയിലെ കോൺട്രിബ്യൂഷൻസ് ജനങ്ങളിലേക്ക് ചെയ്തു കൊടുത്ത് പല രീതിയിൽ നന്മകൾ നേടിക്കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഏഞ്ചൽസിനെ പോലത്തെ ആൾക്കാർ, ദേവതകളെ പോലത്തെ ആൾക്കാരെ മാറാൻ കഴിയും അവർക്ക്. ഈ ലെവലുകളിലേക്ക് ഉയരാനും സാധാരണരായ നമ്മൾക്ക് മനുഷ്യർക്ക് അറിവുണ്ട്. എങ്ങനെയാണോ നിങ്ങളെ പൊസിഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ. ഇതല്ലാതെ കൂടുതൽ അധർമ്മങ്ങൾ മാത്രം ചെയ്ത് നടക്കുന്ന ആൾക്കാർ, ഒരു തവണ കൊല്ലാൻ ഭയങ്കര അറപ്പായിരിക്കും, 10 തവണ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആടിനെയും കോഴിയും നടക്കുന്ന രീതിയിൽ മനുഷ്യൻ തന്നെ കൊല്ലാൻ കഴിയും. അങ്ങനത്തെ ഒരു മനുഷ്യനെ മാറിക്കഴിഞ്ഞാൽ അവനെ നമ്മൾ ചെകുത്താനെന്ന് വിളിക്കുക. കാരണം അവന് അധർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്ന കാരണത്താൽ അവന് വേറെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചെകുത്താനാവാനും ഏഞ്ചലാവാനും അതുപോലെ തന്നെ മൃഗമാവാനും മനുഷ്യന് ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ന്യൂട്രാലിറ്റിയിൽ നിൽക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ അറിവ് നേടിയിട്ട് ഏത് അറിവിനെയാണോ നിങ്ങൾ മൂർച്ചപ്പെടുത്തുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ എടുക്കുന്ന വിജ്ഞാനങ്ങൾ, ഇതെല്ലാം നിങ്ങളെ ഈ പറയുന്ന സോണിലേക്ക് എത്തിക്കുന്നതാണ്. ചിലപ്പോൾ മൃഗമാരി നിങ്ങൾക്ക് വേണം ജീവിക്കാം, ഒരറിവ് നേടാതെ ജസ്റ്റ് രാവിലെ എഴുന്നേൽക്കുക, ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയോ പോയി കിടന്നുറങ്ങുക. അങ്ങനത്തെ ആൾക്കാരുണ്ട് മൃഗങ്ങളെ പോലെ. ഇതല്ല എപ്പോഴും നെഗറ്റീവായ ന്യൂസുകൾ കേട്ട് നെഗറ്റീവായ രീതിയിൽ കൾച്ചറിനെ ബിൽഡ് ചെയ്ത് നെഗറ്റീവ് എക്സ്ട്രീമിസ്റ്റായി തിങ്ക് ചെയ്തിട്ട് എക്സ്ട്രീമായ കാര്യങ്ങൾ ചെയ്തിട്ട് അധർമ്മങ്ങൾ കൂടി ചെയ്ത് ചെകുത്താനായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതല്ല കൂടുതൽ അറിവുകൾ ഒരു സ്പെസിഫിക് ടൈമിന് വേണ്ടി മാത്രം യൂസ് ചെയ്ത് പല കാര്യങ്ങളും ത്യജിച്ച് അതിനു വേണ്ടി മാത്രം ഹൈപ്പർ ഫോക്കസ് ചെയ്തിട്ട് പല തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളെടുത്ത് മനുഷ്യന് ഉപകാരം ചെയ്യുന്ന ദേവതകളെ പോലെ ആൾക്കാരായി മാറുന്നുണ്ട്. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേതാവണം നിങ്ങൾ തീരുമാനിക്കണം. ഇനിയാണ് നിങ്ങൾ ലോകത്തിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ലോകങ്ങളെ പറ്റി ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ഇന്നർ വേൾഡാണ്, നമ്മുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വേൾഡ്. സൈക്കോളജിക്കൽ ഇമോഷണൽ വേൾഡ് വെച്ചാൽ ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് ചിന്തകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെ പോലെ, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ മനുഷ്യന്മാരെ കാണുന്നു, ഈ മനുഷ്യന്മാരെങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, പല ഒച്ചപ്പാടുകൾ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ എവിടേക്ക് ഏതെങ്കിലും സൈഡിലേക്ക് നമ്മൾ തല നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ മനുഷ്യൻ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയും. അതുപോലെയാണ് നമ്മൾ ശരിക്കും പറയുന്നത് നമ്മൾ ഈ തോട്ട്സ് നമ്മൾ കണ്ടുപൂട്ടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള തോട്ട്സ് ഇങ്ങനെ സംസാരിച്ചത് നമ്മൾ ഏതിനും പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയത് തന്നെ നമുക്കറിയില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് പ്ലേസ് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ പോകുന്നത് എന്തിനാണ്, നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ പോയിട്ട് തിരിച്ചു വരണം. നമുക്ക് വാങ്ങേണ്ട സാധനം എന്താണത് വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന രീതിയിലായിരിക്കും നമ്മൾ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ നേച്ചറിൽ പോയി കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ നല്ല ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സെൻസ് ഓഫ് കാംനെസ്, ഒരു ഭയങ്കര പ്ലഷർ കിട്ടുന്ന എന്താണ്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സെൻസ്, ആ ഒരു ഇമോഷണൽ പ്രസൻസ് നമുക്ക് കിട്ടുന്നത് നേച്ചർ എന്ന് പറയുന്നത് നേച്ചറിനായ രീതിയിലൊരു വൈബ്രേഷൻ ഉണ്ട്, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനറിയാം അതാണ് സത്യം എന്നുള്ളത്. ഇത് രണ്ടും കണക്ട് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സെൻസ് ഓഫ് കാംനെസ് കിട്ടാറുണ്ട്. പുതിയ സ്ഥലങ്ങളിൽ തേടി പോകുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ സംഭവം നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ സംഭവം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഓരോ തവണ നമ്മൾ കണ്ണടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ആവേണ്ട ആ ഒരു സെൻസ് പുതിയൊരു ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങിയതുപോലെ ആയിരിക്കണം. അപ്പോൾ ആ ലെവലിൽ മൈൻഡിനെ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ തന്നെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇമോഷൻസിനെ പറ്റിയിട്ട് അതുപോലെ നമ്മളെ തോട്ട്സിനെ പറ്റിയിട്ട് നമ്മുടെ ഡിസയേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തി കണക്കെ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവൻച്വലി ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നർ വേൾഡ്, രണ്ടാമത്തെ നമ്മൾ ഫിസിക്കൽ വേൾഡ്. നമ്മൾ തോട്ട്സ് ആൻഡ് ഇമോഷൻസാണ് നമ്മളെ ആക്ഷൻസിന് ഉണ്ടാക്കുന്നത്. നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നോ ഏത് രീതിയിൽ ഇമോഷൻ നമുക്ക് ഉണ്ടാകുന്നോ അതനുസരിച്ചുള്ള ആക്ഷൻസ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ഏതെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ തോണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പല രീതിയിലുള്ള ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി അത് പോയി കഴിക്കാം. ഞാനത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിടന്ന് ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനെ ബാലൻസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഈ ബാലൻസ് എന്ന് പറഞ്ഞ സംഭവത്തിലാണ് നമ്മൾ
ഹെൽത്തിലേക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കിടക്കണം. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1% നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുക എന്നുള്ളത്. ആ 1% പറഞ്ഞാൽ 1 മിനിറ്റ് എക്സസൈസ് നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ നിർബന്ധിതമായിട്ടും കോൺഷ്യസ് ആയിട്ട് ഒരു ഡിസ്ട്രാക്ഷനില്ല, ഒരു മ്യൂസിക് ഒരു സംഭവം ഇല്ലാതെ 1 മിനിറ്റ് 100% ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു സംഭവമാണ് നിങ്ങളുടെ തുടക്കം. ഇതിൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക, ദെൻ ലീവ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുക്കേണ്ട ഒരു പ്ലസ് ആയ കാര്യം. ഓക്കെ, രണ്ടാമത് ഫിസിക്കൽ വേൾഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ കാര്യം, നമ്മളെ ബോഡി ഹെൽത്തി ആയി കഴിഞ്ഞാൽ, ബോഡി ഫിറ്റ് ആയി കഴിഞ്ഞാൽ, ഞാനിത് ഓവറോളായി പറയാം. നമ്മൾ പല ലോകങ്ങളെ പറ്റി പറഞ്ഞു. ഒന്നാമത്തെ ലോകം ഇന്നർ വേൾഡ്, രണ്ടാമത്തെ ലോകം ഫിസിക്കൽ വേൾഡ്. ഈ ഫിസിക്കൽ വേൾഡിൽ പെട്ട സംഭവങ്ങൾ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മളെ സോഷ്യൽ വേൾഡ്, നമ്മൾ എത്തിക്കൽ ആൻഡ് മോറൽ വേൾഡ്, നമ്മൾ മനുഷ്യന്മാരുടെ ഇടപെടുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ പോകുന്നതും നമ്മുടെ കണക്ഷൻ സെൻസ്, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി, ഈ പറഞ്ഞ കാലത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ മാനേജ് ചെയ്യേണ്ടതുമായ പല കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇമോഷൻസും നമ്മുടെ ബിഹേവിയറും നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സോണ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ മുഖംമൂടി എന്നാണ്. പലതരത്തിലുള്ള മുഖംമൂടികൾ യൂസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയിലെ വ്യക്തി. ഫാമിലിന് മുന്നിൽ ഒരു പേഴ്സണാലിറ്റി, കോവർക്കേഴ്സിന് മുന്നിൽ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ ഒരു പേഴ്സണാലിറ്റി. ഞാൻ ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ ആകുന്ന സമയത്ത് ഒരു കളനെ പോലെ അല്ലേ ആവുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളെ സെയിം പച്ചയായ പേഴ്സണാലിറ്റി നമ്മളെല്ലാവരും കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾ എപ്പോഴും എടുത്ത് പറഞ്ഞ് തുറന്ന് നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മുരടനായിരിക്കും, നിങ്ങളൊരു അഹങ്കാരിയായിരിക്കും. അത് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പല രീതിയിൽ ഒരു നാടകീയമായ ജീവിതമാണ് എല്ലാവരുടെ ജീവിതവും. ഞാൻ പറയുന്നത് നെഗറ്റീവായി എടുക്കരുത്, പോസിറ്റീവായി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഫസ്റ്റ് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. നിന്നെപ്പോലെ നിന്നെ അയൽക്കാരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആദ്യം നിന്നെ സ്നേഹിക്കുക, എന്നതിന് ശേഷമാണ് അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആവുക, നിങ്ങൾ ഫിറ്റ് ആവുക, നിങ്ങൾ ഇമോഷണലി വെൽ ബാലൻസ് അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ പോയി എങ്ങനെ സഹായിക്കാനാണ്? അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വന്തമായ ഒരു സെൽഫ് ലവ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഈ സെൽഫ് ലവിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒതുക്കുന്നത്. ഞാൻ എന്നിൽ തന്നെ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ ക്ലയൻസിനിടയിൽ ഞാനിത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ അവർക്ക് മിസ്സാവുന്നത്? ആ മിസ്സാവുന്ന കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇൻഫർമേഷനാണ്, കറക്റ്റായ രീതിയിൽ പൊട്ടൻഷ്യൽ നോളജാണ്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ചില അറിവുകളായിരിക്കും അവരെ കൂടുതലായിട്ട് അവരെ ആകർഷിക്കുക, അതായിരിക്കും അവരുടെ ലൈഫേ ചേഞ്ച് ആകുക. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. സോ എത്തിക്കൽ ആൻഡ് മോറൽ വേൾഡ് നമുക്ക് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ആൾക്കാരെയും പല രീതിയിൽ ലൈഫിൽ നമുക്ക് പല പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. പലതരത്തിൽ പല ആൾക്കാർ നമ്മൾ ട്രീറ്റ് ചെയ്യുക, റെസ്പെക്റ്റ് വെച്ച് ഫെയർനെസ് വെച്ച് നമ്മൾ ചില ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യും. നമ്മൾ പലരോടും ചെയ്യുന്ന കാര്യങ്ങൾ പല രീതിയിലുള്ള സോഷ്യൽ മോറൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പല രീതിയിൽ പല വേൾഡുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വേൾഡ് അല്ലാതെ നമുക്ക് സ്പിരിച്വൽ വേൾഡ് ഉണ്ട്, ഇൻ്റലക്ച്വൽ വേൾഡ് ഉണ്ട്, നാച്ചുറൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എൻവയോൺമെൻറ്റ്. നമ്മളെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണോ അതുപോലെയായി നമ്മൾ മാറും. ഈ യു എയിൽ വന്ന ആൾക്കാർ, കേരളത്തിലെ മലയാളികൾ തന്നെ യു എയിൽ വന്നു കഴിഞ്ഞാൽ അവർ വളരെ പ്രൊഫഷണലാവും. അവർ അവിടെ ഇവിടെ തുപ്പിയിട്ട് പോവില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റായ ഇതിൽ ഓഫ് കോഴ്സ് ഈ ലോ അതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ നിയമങ്ങളൊക്കെ അതിന് വേണ്ടി നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് ഫൈനൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഓടിച്ച് പോകാറുണ്ട്. ഇതിലൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിലൊക്കെ നല്ല രീതിയിൽ നല്ല റാഷ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരുന്നു. 7 വർഷത്തോളം ബാംഗ്ലൂരിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ നാട്ടിലേക്ക് പോയി വരുന്നൊക്കെ വണ്ടി എടുത്ത് പോയി വരാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് കണ്ടാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പേടിച്ച് വഴിമാറി തരുന്ന ആളായിരുന്നു. എന്നാൽ ഞാൻ ദുബായിൽ എത്തിയതിന് ശേഷം ലൈസൻസ് ഒക്കെ കിട്ടി, പിന്നെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കൽ നാട്ടിൽ പോയ സമയത്ത് ഈ സെയിം ബാംഗ്ലൂർ ഒരു തവണ വണ്ടി ഓടിക്കുന്ന സമയത്ത് സീബ്ര ക്രോസിന് എടുത്ത് ഞാൻ വണ്ടി നിർത്തി. അവിടെ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. പോയിക്കൊണ്ടിരിക്കുന്ന സീബ്ര ക്രോസിന് ചെറിയൊരു ഷെയ്ഡ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിർത്തി. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ അനുവദിച്ചപ്പോൾ എൻ്റെ പെങ്ങൾ തന്നെ ആലോചിച്ചു, നീ എന്തുവാടെ ചെയ്യുന്നത്, ഇവിടെ നിർത്താൻ പാടില്ല, ഞാൻ പറഞ്ഞ ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നീ എപ്പോൾ തുടങ്ങി ഈ നിയമമൊക്കെ പാലിക്കാൻ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നേച്ചുറൽ വേൾഡ്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന നമ്മുടെ ലോകത്തിലെ മലയാളികൾ, നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ട് പല രീതിയിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ഇൻഫർമേഷൻ വളരെ സൂപ്പർ ഹൈവേയിൽ നിൽക്കുന്നുണ്ട്. പല ഇൻഫർമേഷൻ പല രീതിയിൽ ഈസിയായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണത്താലും നമുക്കൊരു ഗ്ലോബൽ കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട്. ഈ ലോകം ഒരു കുടക്കീഴിലായിട്ട് വന്നിട്ട് നമുക്കൊരു ഗ്ലോബൽ വില്ലേജിന് മോഡലായി വന്നിട്ട് ഒരു ചെറിയ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരെ പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ആകുന്നത്. കേരളത്തിൽ നിന്നിട്ട് നമുക്ക് അമേരിക്കയിൽ ഇൻഫർമേഷൻ കിട്ടുന്ന കാരണത്താൽ നമുക്ക് അമേരിക്ക എന്ന കോൺസെപ്റ്റിനേക്കാളും ഈസിയായി ഒരു വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെ നമുക്ക് മനസ്സിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ നേച്ചുറൽ വേൾഡ്, നമ്മളെ എൻവയോൺമെൻറ്റ് ഹെൽത്തി ആക്കുന്നത് നമ്മുടെ കടമയാണ്. നമ്മുടെ റൂം നല്ല രീതിയിൽ ക്ലീൻ ആയി കിടന്നാൽ നമ്മുടെ മൈൻഡ് നല്ല ക്ലിയർ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ ലൈഫ് അതുപോലെ തന്നെയായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ആ ബെഡൊക്കെ മടക്കി വെച്ച് നല്ല രീതിയിൽ ക്ലീൻലിനെസ് നമ്മൾ എത്രത്തോളം നമ്മൾ ശുദ്ധീകരണം നമ്മളെ എൻവയോൺമെൻറ്റിൽ നമ്മൾ നടത്തുന്നോ അത്രത്തോളം നമ്മൾ പ്രൊഫഷണൽ നമ്മൾ ലൈഫായി മാറും.
ഇതിനെപ്പറ്റി പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, സൈക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ വേൾഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ പല ലോകങ്ങളാണ്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ 3 ലോകങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്രീം വേൾഡ് ഉണ്ട്, ഇമാജിനറി വേൾഡ് ഉണ്ട്, സിംബോളിക് വേൾഡ് ഉണ്ട്, നമുക്കൊരു റിയൽ വേൾഡ് ഉണ്ട്. എന്താണ് ഈ പറഞ്ഞ 3 വേൾഡ് എന്ന് ഞാൻ പറയാം. ഇമാജിനറി വേൾഡ് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇമാജിനേഷൻ, ചില ആൾക്കാർ നമ്മൾ പോയിട്ട് നമ്മളിങ്ങനെ അടിച്ചു നോക്കില്ലേ, അല്ല ഏത് ലോകത്തിലാണ് സുഹൃത്തെ ചോദിക്കില്ലേ. കാരണം പല ലോകങ്ങളും നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ തവണയും. നമ്മൾ നിൽക്കുന്നത് ഈ പ്രസൻറ്റ് മൊമെൻറ്റ്, വർത്തമാനകാലം എന്ന് പറയുന്നത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കുക എന്ന് പറയുന്ന സംഭവമാണ് മൈൻഡ്ഫുള്ളായിട്ട് നിൽക്കുക പറയുന്നത്. മൈൻഡ് കംപ്ലീറ്റ് നമ്മളെ സെൻസ് ഓർഗൻസ് മുഴുവൻ 100% ഫോക്കസ്ഡ് ആയി നിൽക്കുന്ന സംഭവമാണ് മൈൻഡ്ഫുൾനെസ്. ഈ പറഞ്ഞ സംഭവത്തിനെ നമുക്ക് എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വരും വീഡിയോയിൽ പറഞ്ഞതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.